അങ്ങനെ കേരളം ഇതുവരെ ഫേസ് ചെയ്യാത്ത ഒരു ദുരന്തമുഖത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തുകയും അങ്ങനെ സൂചിപ്പാറയിൽ കുടുങ്ങിപ്പോവുകയും ചെയ്ത 3 പേരെയാണ് നമ്മൾ നേരത്തെ രക്ഷപ്പെടുത്തിയത്. ഇവിടെ ആരോഗ്യസ്ഥിതിയൊക്കെ തന്നെ തൃപ്തികരമാണ് എന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പെട്ടുപോയതിൻ്റെ ഒരു ആശങ്കയും അങ്കലാപ്പുമൊക്കെ അവർക്കുണ്ടായിരുന്നു. അവരെ എന്തായാലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമാണ്. അതിസാഹസികമായ ഒരു ദൗത്യമായിരുന്നു ആ സേനാ വിഭാഗം നടത്തിയത് എന്നുള്ളതാണ്. ആദ്യം റോപ്പ് ഉപയോഗിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് രക്ഷാദൗത്യത്തിനുള്ള ശ്രമം നടന്നു. അതിൽ ഒരാളെ മുണ്ടേരി സ്വദേശിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പിന്നീട് 2 പേർ കുടുങ്ങിക്കിടന്നു. ചെറിയ പരിക്കും അവർക്കുണ്ടായിരുന്നു. എല്ലാ മാർഗ്ഗങ്ങളും നോക്കിയെങ്കിലും ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ടെറൈൻ്റെ പ്രത്യേകതയായിരുന്നു. അത് കല്ലുകൾ കൊണ്ടുള്ള ഒരു ടെറൈനായിരുന്നു. അവിടെ അവരെ രക്ഷിച്ചെടുക്കുക വലിയ ഒരു പെടാപ്പാടായിരുന്നു. പിന്നീട് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് സൈനികർ അവരെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. ചൂരൽമലയിലേക്ക് എത്തിച്ച ശേഷമാണ് അവരെ ക്യാമ്പിലേക്ക്, ആശുപത്രിയിലേക്ക്, ഇപ്പോൾ വിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഫെലിക്സ് ചേരുന്നുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഫെലിക്സ്, ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെ ലഭ്യമാണ്. അവർ രക്ഷപ്പെടുന്നതിൻ്റെയും അവരെ രക്ഷപ്പെടുത്തുന്നതിൻ്റെയും ദൃശ്യങ്ങൾ. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ആശ്വാസകരമായ വാർത്തകൾ തന്നെയല്ലേ വരുന്നത്? തീർച്ചയായിട്ടും പ്രജീഷ്, മൂന്നാമത്തെ ആളെ നേരത്തെ 2 പേരെയാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ ആളെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആൾക്കും കാലിലാണ് പരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെടികളാണല്ലോ കൂടെ വന്നത്. അതെ, ഞങ്ങൾ 5 ആൾ ഒപ്പം വന്നത്. അവൻ നീന്തി കിടന്നു. മറ്റൊരു രക്ഷാപ്രവർത്തനം പോയതാണ്. അപ്പോഴാണ് ഇവൻ അതിൽ എവിടെ കിടക്കാൻ കേപ്പ് നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ മരം മുറിച്ചുകൊണ്ടിരിക്കുക പാലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മരം മുറിച്ചപ്പോഴേക്കും ഇപ്പുറം കിടന്നു. മരം മുറിച്ച് വീണ് കുറച്ച് റോപ്പിൻ്റെ മിലിറ്ററിൻ്റെ ആൾക്കാരൊക്കെ റോപ്പായിട്ട് ഇറങ്ങുമ്പോഴേക്കും ഹെലികോപ്റ്റർ വന്ന് അവരെ 2 ആളെ അതിൽ കയറ്റി. ഇവനെ കൂട്ടി ഞങ്ങൾ ജീപ്പായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പൂർവ്വയിൽ ജീപ്പായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവനെ കയറ്റി ഞങ്ങൾ കൊണ്ടുവന്നു. അവിടെ കൺട്രോൾ റൂമിൽ എത്തിച്ചിട്ട് അവിടുന്ന് ആംബുലൻസിൽ കയറ്റി. ഞങ്ങൾ മിസ്സിങ് ഉള്ള ആൾ അവിടെ പോയ മറ്റേ റൂട്ടിന് ഞങ്ങൾ വിടുന്നില്ല, പോലീസുകാർ വിടുന്നില്ല. ഈ റൂട്ടിന് പോയ ബോഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരയാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫോറസ്റ്റ് കാട്ടുകൂടി ഇറങ്ങിപ്പോയത്. അങ്ങനെ പോയതാണ്. ഒരു പാറയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അടിച്ചു കുടിയിലൊക്കെ ഒരു പാറയുടെ അടിപ്പടയാണ് ഇതിന്റെ വെള്ളം പോകുന്നത്. പിന്നെ പോകുന്നത് വേറെ സ്ഥലത്താണ്. ഇതിന് എത്ര നേരം അവിടെ കുടുങ്ങിയത്? അവർ ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ കുടുങ്ങിയതാണ്. ഇതെങ്ങനെ ഇത് അറിഞ്ഞ പ്രത്യേകിച്ച് ആരോ ഇത് ഞങ്ങളെ മറ്റു കേട്ട് പോലെ ആൾക്കാർ പോയി തരാൻ വേണ്ടി പോയ സമയത്ത് 3 ആളെ പാറപോട്ട് വെക്കുന്നുണ്ട്. അവർ കൈ കാട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളും കൂടെ വേഗം വെച്ചത്. ഒരു ടീം ഉണ്ടായിരുന്നു, ഒരു 10-20 ആളുടെ മേലെ ഉണ്ടായിരുന്നു. ആർക്കും അങ്ങോട്ട് കടത്താൻ കഴിയുന്നില്ല. ചേട്ടനൊക്കെ എപ്പോഴായ സമയത്ത്? ഞങ്ങൾ ഒരു 9 മണിക്കോടെ രാവിലെ. അപ്പൊ അവര് 3 പേരും കുളി കിടക്കും. ആ 3 പേരും പാറപ്പോട്ട് കയറി നിന്നിട്ട് കൈ കാട്ടുന്നുണ്ട്. ആർക്കും അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. ഞങ്ങൾ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വണ്ടിയിലായിരുന്നു. അതായത് മോട്ടോർ വെള്ളം സാധനങ്ങൾ ഞങ്ങൾ റോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. കയ്യിൽ കത്തി വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഫോറസ്റ്റുകാരോട് കൂടിയിട്ട് കത്തി കൂടി ഒരു മരം വെട്ടി മുറിച്ച് ഞങ്ങൾ അപ്പോഴേക്കും ഏകദേശം ഹെലികോപ്റ്റർ വന്നു. പിന്നെ ഞങ്ങൾക്ക് അപ്പോഴേക്കും നീന്തി കൊണ്ട് കാണാം. മറ്റവർക്ക് ഒരാളുടെ ഫോറസ്റ്റുകാരോട് കൂടിയിട്ട് കത്തി കൂടി ഒരു മരം വെട്ടി മുറിച്ച് ഞങ്ങൾ ഇട്ട് അപ്പോഴേക്കും ഏകദേശം ഹെലികോപ്റ്റർ വന്നു. പിന്നെ ഞങ്ങൾക്ക് അപ്പോഴേക്കും നീന്തി ഇങ്ങോട്ട് കടന്നു. മറ്റവർക്ക് ഒരാളുടെ കാലിന് കുറച്ച് പരിക്കുണ്ട്. അവർക്ക് തീരെ നടക്കാൻ വയ്യ. അപ്പോൾ ഞാൻ അക്കരെ കിടക്കേണ്ട ആൾക്കാരെ ജനങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടന്നു വന്നതാണ്. ശരിക്കും നിങ്ങൾ നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരെന്ന് പറഞ്ഞാൽ 3-ാം ചാട്ടത്തിലാണ് ഇവരുണ്ടായിരുന്നത്. അതായത് ഇപ്പം പ്രളയം നടന്ന സ്ഥലത്ത് നിന്ന് വെള്ളം പോയി ചാടുന്ന ആ ചാട്ടമുണ്ട്. ആ ചാട്ടത്തിലാണ് ഇവരുണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ നടന്നാണ് മേലെ വരെ കയറി. ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പോൾ രക്ഷപ്പെടുത്തിയ ചേട്ടനൊക്കെ നിലമ്പൂരിൽ നിന്ന് വരുന്നത്? അല്ല, ഞങ്ങളുടെ എരുമാട് പനഞ്ചരയാണ്. ഞങ്ങളൊരു 6 ആളുടെ ടീമായിട്ട് അങ്ങനെ പോയതാണ് രാവിലെ. ഞങ്ങൾ 2 ദിവസം പിന്നെ മേപ്പാടി പള്ളീൻ്റെ അവിടെ ഇങ്ങനെ മശാന കുഴി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഓൾറെഡി കുഴിയുണ്ട്, പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങൾ പോയത്. വലിയ കുത്തൊഴുക്കാണ്, ഭയങ്കര കുത്തൊഴുക്കല്ലേ. പാറ സ്റ്റെപ്പ് മാതിരിക്കാണ് പാറ. വെള്ളം ഒരു പാറയും ചാടി അടുത്ത പാറയും ചാടി ഒരു പാറേൻ്റെ പിന്നെ ഒരു പാറേൻ്റെ ഗ്യാപ്പ് വഴി ഇങ്ങനെ കയറി ഇറന്നിട്ട് അവിടെ നിന്ന് പോയി ഒരു മനുഷ്യൻ കിട്ടില്ല. പലരുടെ മൃതദേഹം അവിടെ നിന്ന് അങ്ങോട്ട് ഇഷ്ടംപോലെ മൃതങ്ങൾ കിട്ടിയത്. ഇപ്പം ഈ രക്ഷപ്പെട്ടവൻ നല്ലൊരു മൃതദേഹം എടുത്തിട്ടാണ് ഇനി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി തിരഞ്ഞു കയറി വന്നതാണ് റൈസ് എന്ന് പറഞ്ഞത്. അവർ പേടിച്ചു പോയോ? പേടിച്ചല്ല, ഇവന് നല്ല അത്യാവശ്യം ആത്മധൈര്യമുള്ളവനാണ്. ഞാൻ അക്കരെ പോയിട്ട് അവിടെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടും. മേലെ കയറി പോകാൻ നമുക്ക് വഴിയൊന്നും അവനക്കൊരു ഐഡിയ ഇല്ല. നിലമ്പൂർക്കാരനായതുകൊണ്ട്
എനിക്ക് മേലെ കയറി വരാനുള്ള വഴിയില്ല, ഇന്ന് ധൈര്യമായിട്ട് പോരെ എന്ന് പറഞ്ഞാൽ അവനെ കൂട്ടി വെള്ളമൊക്കെ കൊടുത്ത് എല്ലാം തോളിൽ പിടിച്ച് കയറ്റി അങ്ങനെ മേലെ വരെത്തിച്ചു. കാടാണ്, ഫോറസ്റ്റ്, ഫുൾ ഫോറസ്റ്റാണ്. മൃഗങ്ങളൊക്കെ എല്ലാ മൃഗങ്ങളുണ്ട്. ഇന്നലെയൊക്കെ എന്തൊക്കെയോ മൃഗങ്ങളുടെ സ്ഥലത്ത് കിട്ടുന്ന അവൻ പറയണേ. പാറ പൊത്തിലിരുന്നിട്ട് പാറേൻ്റെ പൊത്തിലും മരത്തിൻ്റെ പൊത്തിലും അവർ 3 നാൾ രാത്രി നിന്നത്. ആ, രാത്രിയിൽ വെളിച്ചമില്ല വെട്ടമില്ലാതെ അങ്ങനെ. ഇപ്പോൾ അവർക്ക് പരിക്ക് ഇപ്പോൾ ഇവൻ്റെ കൂടുതലുള്ള ഹെലികോപ്റ്റർ കയറ്റിയ ആൾക്കാണ് ഒരു കാലിനെന്തോ കാര്യമായിട്ടുള്ളത്. ഇവൻ്റെ ഇവിടെ ഫുള്ള് ചതഞ്ഞുണ്ട്. ചതഞ്ഞ് അവിടെ ഇവിടെയും ചോരയും ഇതൊക്കെ കരച്ച് കിടക്കുകയാണ്. പിന്നെ ഒരു ഇപ്പോൾ വണ്ടിയിൽ വന്നപ്പോൾ ചെറിയൊരു BP-ൻ്റെ എന്തോ വിഷയം തോന്നുന്നുണ്ട്. കാര്യമായിട്ടില്ല, എന്നാലും വലിയ പേടിക്കാനില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയണം. സൈന്യം ഉണ്ട് ആ കൂട്ടത്തിൽ, നാട്ടുകാരുണ്ട്, പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ആളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ കൂടുതൽ കൈയും പിടിച്ച് ഞങ്ങൾ കയറി പോകുന്നു. അപ്പോഴേക്കും പിന്നെ അവരെ ആരും കാണുന്നില്ല. ഞങ്ങളെ ഈ ഗ്രൂപ്പിൽപ്പെട്ട 6 ആൾ മാത്രമേ ഉണ്ടായതുള്ളൂ. അത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഇന്നോണി ആംബുലൻസ് കിട്ടില്ല, ഞങ്ങളെ വണ്ടിയിൽ തന്നെ നമ്മൾ ആംബുലൻസ് എത്തിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ ഫോറസ്റ്റുകാരൻ വിളിച്ച് പറഞ്ഞു ആംബുലൻസ് അവിടെ എത്തി. ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ്. അട്ടയെന്ന് വെച്ചാൽ നോക്കിയാൽ കാണാം. അട്ട അതേമാതിരിക്കും കയറുന്നത്, അതേമാതിരിക്ക് ഭയങ്കര ഒരേ സ്റ്റെപ്പ്. ആ വഴി തന്നെ കണ്ടാൽ തന്നെ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ അവസ്ഥ. അത്രയ്ക്ക് മോശപ്പെട്ട വഴിയാണ്. കുത്തനെ ഇറക്കാൻ ഇറങ്ങണം. പാറേൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്ലിപ്പ് ചെയ്തു നോക്കി തന്നെ പോകണം. മൃഗങ്ങളെയൊന്നും കണ്ടില്ല. മൃഗങ്ങൾ അവിടെ നിന്ന് താഴേക്കാണ്. ഈ ഒന്ന് മറ്റേ നടന്ന സ്ഥലത്തിൻ്റെ തൊട്ട് അവിടെയാണ്, എൻഡിലാണ് സൂചിപ്പാറയാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ്. അവിടെ ഈ വെള്ളവും അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ കലങ്ങും. അവിടെ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഇല്ല, ഇവൻ്റെ ഒപ്പമുള്ളവർക്ക് ലേശം ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പേടിയാണ്. അതാണ് ഇവനെ ഒറ്റയ്ക്കുന്നില്ല. ഇവനെ എതിരെങ്കിലും കടന്ന് പോന്നിരുന്നു എന്ന് പറഞ്ഞു. അവരെ വിട്ട് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവനും കൂടുതൽ ലാൻഡ് ചെയ്താണ് അവിടെ രാത്രി. ആ, റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ പാറയിൽ നിന്ന് ചാടി ആ പാറയിലേക്ക്, പിന്നെ കുറച്ച് വെള്ളം നീന്തും, പിന്നെ ആ പാറ കയറിയിട്ട് അടുത്ത് അങ്ങനെ ചാടും. അങ്ങനെ ഫയർഫോഴ്സ് ഇല്ല അവിടെ. മിലിറ്ററിൻ്റെ പല ഗ്രൂപ്പുകളുണ്ട്. അവരാണ് റോപ്പൊക്കെ കെട്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട്, ഒരു രക്ഷയില്ലെങ്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് റോപ്പൊക്കെ മരത്തിൽ കെട്ടി ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കാണ് ഹെലികോപ്റ്റർ ഇറങ്ങി പ്രാവശ്യം വന്ന് റൗണ്ട് ചെയ്ത് പോയി. രണ്ടാമത് വന്ന് ഇറങ്ങി. അപ്പോൾ അവർക്കും ഒരു എവിടെ ഒരു ഉള്ളെന്നൊരു ഇതില്ല. അപ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുത്തു, കുറച്ച് അങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുത്തു ഹെലികോപ്റ്ററിനോട് അങ്ങോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് താഴേക്ക് പോകണം. അങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത് ഇവരെ നിൽക്കുന്നത്, രണ്ടാൾ നിൽക്കുന്നത്. സാധ്യതയുണ്ട്. ഒന്നത് വഴി അറിയാതെ, രണ്ടും വനാണ്, കാടാണ്. ഇതിലും പിന്നെ വഴി അതിലേക്ക് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട്